പെട്ടെന്നൊരു തോട്ട് മനസ്സിലേക്ക് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതായത് നമുക്കൊക്കെ ലൈഫിൽ കുറേ അച്ചീവ്മെൻറ്റ്സ് കിട്ടാറുണ്ടല്ലേ, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്. സോ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം എന്താ ചെയ്യുക? ഇതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട്, സ്റ്റോറി ഇട്ട്, സ്റ്റാറ്റസ് ഇട്ട് നാലാൾ അറിയട്ടെ, നാലാൾ എൻ്റെ അച്ചീവ്മെൻറ്റ് കാണട്ടെ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ നോക്കും. നല്ല കാര്യമൊക്കെ തന്നെ, അതായത് നമ്മളെ അച്ചീവ്മെൻ്റാണ്, നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത കാര്യമായിരിക്കും, അത് നമുക്ക് തന്ന കാര്യമായിരിക്കും. സോ അത് എന്താണ്, നാലാൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതാരും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് നസർ, കണ്ണേറ്. മലയാളത്തിൽ കണ്ണേറ് എന്ന് പറയും, ഇംഗ്ലീഷിൽ ഈവിൾ ഐസ് എന്നൊക്കെ പറയും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ആയിനു ഹഖ്, കണ്ണ് എന്നുള്ളത് സത്യമാണ്. അതൊരു ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും, അതേപോലെ തന്നെ ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കും. സോ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അതേപോലെ നല്ലൊരു വണ്ടിയുണ്ട്, കീപ് ഇറ്റ് പ്രൈവറ്റ്. അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ എല്ലാവരും ഈ ഒരു കുട്ടീൻ്റെ ഫോട്ടോ എടുത്ത് മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടും. എന്തിനാ വെറുതെ? പ്ലീസ് കീപ് ഇറ്റ് പ്രൈവറ്റ്. നമുക്ക് നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് ആളുകൾക്ക് എല്ലാവർക്കും നമുക്ക് നല്ല കാര്യങ്ങൾ വരുന്നത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. സോ എല്ലാവരുടെ ഉള്ളിലും ഒരു ഈവിൾ ഐ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യൻ ഖബറിലേക്ക് വരെ എത്തിക്കാനുള്ള കഴിവുണ്ട്. സോ പ്ലീസ് ബി കെയർഫുൾ ഇൻഷാ അല്ലാഹ്.